അറബിക് കല്യാണം. മലബാറിലെ സാമൂഹിക ചരിത്രവും പരിഷ്കരണവും. കേരളത്തിന്റെ, പ്രത്യേകിച്ച് മലബാറിന്റെ സമുദ്ര വ്യാപാര ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് അറബിക് കല്യാണമെന്ന സാമൂഹിക ആചാരം. ഒറ്റനോട്ടത്തിൽ ഒരു വിവാഹമെന്ന് തോന്നാമെങ്കിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ചൂഷണം നിറഞ്ഞ ഒരു സമ്പ്രദായമായിരുന്നു ഇത്. ഈ ദുരാചാരത്തിനെതിരായ പോരാട്ടങ്ങൾ മലബാറിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. എന്തായിരുന്നു അറബിക് കല്യാണം? നൂറ്റാണ്ടുകളായി കേരളതീരവുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്ന അറബ് വ്യാപാരികൾ കാലവർഷം കാരണം മാസങ്ങളോളം ഇവിടെ തങ്ങേണ്ടി വരുമായിരുന്നു. ഈ കാലയളവിൽ അവർ മലബാറിലെ, പ്രത്യേകിച്ച് തീരദേശ മുസ്ലിം വീടുകളിലെ സ്ത്രീകളെ താൽക്കാലികമായി വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ ആചാരത്തിനെയാണ് അറബിക് കല്യാണമെന്ന് പറഞ്ഞിരുന്നത്. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം. ദാരിദ്ര്യം നിലനിന്നിരുന്ന പല കുടുംബങ്ങളും സമ്പന്നനായ ഒരു അറബിയുമായി മകളെ വിവാഹം കഴിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വവും സാമൂഹിക അന്തസ്സായും കണ്ടിരുന്നു. വിവാഹ സമയത്ത് അറബി നൽകുന്ന മഹർ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു. ചൂഷണത്തിന്റെ മുഖം. ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ താൽക്കാലിക സ്വഭാവമായിരുന്നു. വ്യാപാരകാലം കഴിയുമ്പോൾ അറബി തന്റെ നാട്ടിലേക്ക് തിരികെ പോകും. ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെയും വിവാഹം കഴിച്ച സ്ത്രീയെയും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ മടങ്ങിപ്പോക്ക്. അതോടെ ആ സ്ത്രീയുടെയും കുട്ടികളുടെയും ഭാവി അനിശ്ചിതത്വത്തിലാകുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും വിധവയെപ്പോലെ ജീവിക്കുന്ന നിരവധി പെൺകുട്ടികൾ മലബാറിലുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ശബ്ദമുയർത്തിയത് സമുദായത്തിന്റെ ദുഷിച്ച അവസ്ഥയിൽ വേദനിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വക്കം മൗലവിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച നേതാക്കളിൽ ഒരാൾ. ഇസ്ലാമിക വിരുദ്ധം. അറബിക് കല്യാണം പോലുള്ള ആചാരങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് സമുദായത്തിന് അപമാനകരമാണെന്നും അദ്ദേഹം വാദിച്ചു. വിവാഹമെന്നത് സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകേണ്ട ഒന്നാണെന്നും താൽക്കാലികമായ ഇത്തരം ബന്ധങ്ങൾ ചൂഷണമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസമാണ് ഈ ദുരാചാരത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ഇത്തരം ചതിക്കുഴികളെ തിരിച്ചറിയാനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി അദ്ദേഹം അൽ ഇസ്ലാം, മുസ്ലിം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം. വക്കം മൗലവിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട ഇസ്ലാഹി പ്രസ്ഥാനം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. അറബിക് കല്യാണം, സ്ത്രീധനം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ അവർ വ്യാപകമായ ബോധവൽക്കരണം നടത്തി. നിയമപരമായി രജിസ്റ്റർ ചെയ്ത സ്ത്രീക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന വിവാഹങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ചതായി രേഖപ്പെടുത്തലുകൾ കുറവാണ്. അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ അത് അസാധ്യമായിരുന്നു. എന്നാൽ സ്ത്രീകളുടെ പ്രതിഷേധം മറുരൂപങ്ങളിലാണ് പ്രകടമായത്. വക്കം മൗലവി പോലുള്ള നേതാക്കളുടെ ആശയങ്ങളെയും പരിഷ്കരണ ശ്രമങ്ങളെയും മനസ്സുകൊണ്ട് പിന്തുണച്ചത് ആയിരക്കണക്കിന് സ്ത്രീകളായിരുന്നു. വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറയിലെ സ്ത്രീകൾ ഇത്തരം ചൂഷണങ്ങളെ സ്വയം തിരിച്ചറിയാനും നിരസിക്കാനും തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദുരാചാരത്തിന്റെ അടിവേരറുത്തത്. അറബിക് കല്യാണം എന്നത് മലബാറിന്റെ വ്യാപാര ചരിത്രത്തിന്റെ ഒരു ഇരുണ്ട ഉപൽപ്പന്നമായിരുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസക്കുറവുമാണ് ഈ ചൂഷണം നിലനിൽക്കാൻ കാരണം. ഇതിനെതിരായ വിപ്ലവം വന്നത് സമുദായത്തിനകത്തുനിന്ന് തന്നെയാണ്. വക്കം മൗലവി പോലുള്ള ദീർഘദർശികളുടെ നേതൃത്വത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ മുന്നേറ്റവുമാണ് ഈ ദുരാചാരത്തിന് അന്ത്യം കുറിച്ചത്. അങ്ങനെ സ്ത്രീകളുടെ അവകാശങ്ങളെയും ആത്മാഭിമാനത്തെയും സംരക്ഷിച്ചുകൊണ്ട് മലബാർ ഒരു പുതിയ സാമൂഹിക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു.